ഹായ് ഹലോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൽദിയാണ് കേട്ടോ, നിരഞ്ജനയുടെ ഹൽദി. അപ്പം ഹൽദിയുടെ മുമ്പേയുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ പയ്യൻ വരാറായപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും തന്നെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ്. ഒരു 7-7:30 മണി കൊണ്ട് കൂടിയാണ് നമ്മുടെ ഹരിയും കൂട്ടരും ഒക്കെ വന്നത് കേട്ടോ. അപ്പം അതിന് മുമ്പുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. കാരണം നമുക്ക് ഇതിന് ശേഷം ഫുഡെല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നോക്കണമായിരുന്നു. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കണ്ടേ, അപ്പം വീഡിയോ എടുക്കാൻ അതുകൊണ്ട് സാധിച്ചില്ല കേട്ടോ. അപ്പം നിരഞ്ജനയുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ശരണ്യ കേട്ടോ. ശരണ്യ മോനുമായിട്ടൊക്കെയാണ് വന്നത്. ശരണ്യൊക്കെ ആയിരുന്നു കേട്ടോ സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കീർത്തൻ്റെ കല്യാണത്തിന് ഇവിടെ നിറഞ്ഞു നിന്നത്. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സഹായിയായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബംഗാളി ചെയ്യുന്ന എല്ലാ ജോലികളും അവളെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഞങ്ങൾക്ക് കംഫർട്ടായിരുന്നു കേട്ടോ അവൾ. അപ്പം എന്താണ്ട് ഹരിയും നിരഞ്ജനയും കൂടി ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും മഞ്ഞ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഹരിയും നിരഞ്ജനയും മാത്രം ഏകദേശം ഒരു പച്ച ഡ്രസ്സാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അന്നു താണ്ടെ ഹൽദിക്ക് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ സാറ് താണ്ടെ അവളെ പിടിച്ച് മാറ്റിയാണ് കേട്ടോ. കാരണം അവളിതെല്ലാം എടുത്ത് ദൂരെ കളയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പരിചയപ്പെടാനൊക്കെ ഉള്ളവരൊക്കെ പോയി ഹരിയെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്ന കേക്ക്. നമ്മൾ ഈ കേക്ക് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കല്ലുവാതുക്കൽ ആമിന്നാണ് കേട്ടോ. അപ്പം കാണാനൊക്കെ നല്ല രസമുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനാണ് കേട്ടോ ഈ മഞ്ഞ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടുപേരും നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു നിരഞ്ജനയുടെ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് നമ്മളല്ല, അവളും ഹരിയും കൂടെയാണ് അത് വാങ്ങിച്ചത് സിംലയിൽ നിന്നാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. സാധാരണ ഹൽദി നടക്കുന്ന കല്യാണ വീടുകളെ പോലുള്ള ഭയങ്കര ഒരു ഡാൻസ് വൈബൊന്നും നമുക്കില്ല. കാരണം നമുക്ക് ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ കുറവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അതായത് എല്ലാവരും മഞ്ഞളൊക്കെ തേച്ച് എല്ലാവരും സ്വീറ്റ്സൊക്കെ കൊടുത്ത് അവരവരും സ്വീറ്റ്സൊക്കെ എടുത്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് അങ്ങനെയുള്ളൊരു ഫംഗ്ഷനായിട്ടാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാട്ടിന് വേണ്ടി. ഓക്കെ. എന്താ അപ്പഴേക്കും കിട്ടിയോ? അങ്ങനെ ഞങ്ങളുടെ ഹൽദിയുടെ ഫങ്ഷൻസ് ആരംഭിച്ചു കേട്ടോ. അപ്പം അവർ കേക്കൊക്കെ മുറിച്ചു. അപ്പം ഓരോരുത്തരായിട്ട് വന്നു. രണ്ടുപേരുടെയും 2 കവളിലും കുറച്ച് മഞ്ഞളൊക്കെ ഒന്ന് തൊട്ടു. പിന്നെ ചിലരൊക്കെ വാരി പൊത്തി കേട്ടോ. അതൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അതിനുശേഷം സ്വീറ്റ്സ് എല്ലാം കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ട് അവരവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരവരും എടുത്തു. അപ്പോൾ അത്രയാണ് കേട്ടോ നമ്മുടെ ഒരാളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം വന്ന എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ ചെയ്തു. എല്ലാവരും സന്തോഷത്തോടെ ആയിരുന്നു. എല്ലാവരും നല്ല ഒരു ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഡാൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഡാൻസ് നമുക്കില്ല. ഇപ്പം നമ്മളുടെ സെക്ഷനിൽ സത്യം പറഞ്ഞാൽ അന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഡാൻസുകാരിയായിട്ട്. പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കുന്നത് ഇപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ആർക്കും ആ ഒരു മൂഡില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ അന്നു ആണ് കേട്ടോ സ്വീറ്റ്സ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അവളെയും ഇതിൻ്റെ ഒരു പാർട്ടാക്കി കേട്ടോ ശരത്ത്. പിന്നെ ഹനയുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഹനയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണല്ലോ. അപ്പം ദാണ്ടെ അനന്യയും സിജി എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം റിലേറ്റീവ്സൊക്കെ കഴിഞ്ഞ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ ദിവസവും വന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം സത്യത്തിൽ നമുക്ക് തന്നെ ഊഹിച്ചൂടെ ഒരു വീട്ടിലേക്ക് എപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നേണ്ട സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വേണ്ടി അവർ വന്നു കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ എന്നും ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ.
അപ്പം ഇതോ അവിടെ നിന്ന് എടുത്ത ഒരു സ്വീറ്റും കൊണ്ട് അന്നു എൻ്റെ വായിക്കകത്ത് വെച്ച് തന്നു കേട്ടോ. എന്നിട്ട് അന്നു പോയി ഡാൻസൊക്കെ കളിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അന്നു മാത്രമാണ് ഇവിടുത്തെ ഡാൻസ് അറിയാവുന്ന, ഡാൻസ് വൈബുള്ള ഒരേ ഒരു കുട്ടി കേട്ടോ. വെച്ചോ, ഞാൻ തരാം. 1 2 3 സ്റ്റാർട്ട്. അയ്യേ, 1 2 3 സ്റ്റാർട്ട്. ഇത് കാണാൻ വയ്യടേ. അപ്പോൾ ഇത് നമ്മുടെ ബിന്ദു അമ്മയാണ് കേട്ടോ. അപ്പോൾ ബിന്ദു അമ്മ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ശരത്തിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം ചേർത്തലയിൽ നിന്ന് വന്ന വഴിയാണ്, ഇച്ചിരി താമസിച്ചു എങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം ആ ബിന്ദു അമ്മയും ഇതിൻ്റെ ഒരു ഭാഗമായി കേട്ടോ. അപ്പം ഫോട്ടോ എടുപ്പൊക്കെ നടക്കുകയാണ്. പിന്നെ സാറും കൊച്ചനും കൂടെയൊക്കെ നിന്ന് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. പൊതുവേ സാറും കൊച്ചനും തിലകവും സുജിയെല്ലാം ഒന്നിച്ച് ഫോട്ടോ എടുക്കൽ സാധാരണമാണ് കേട്ടോ. അപ്പം അവർ 5 പേരും കണ്ടാൽ അപ്പോഴേ ഫോട്ടോ എടുക്കലാണ് കേട്ടോ, അവർ സഹോദരങ്ങൾ. അപ്പോഴേ ഇതാണ്ട് സുജിയും മക്കളും മൂത്ത ചേച്ചിയാണിത്, സാറിൻ്റെ മൈനിയും എല്ലാം വന്ന് ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. അപ്പം എന്നിട്ട് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാർഡ് മെമ്പറാണ് കേട്ടോ. അപ്പം ഉഷ എന്നാണ് പേര്. അപ്പം ഉഷ എൻ്റെ നിരഞ്ജനയുടെ ഒരു ഫ്രണ്ട് ദേവികയുടെ അമ്മ കൂടിയാണ് കേട്ടോ. അപ്പം ദേവിക സ്ഥലത്തില്ല, ദേവിക ബാംഗ്ലൂർ പഠിക്കുകയാണ്. അപ്പം ഉഷയും വന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബാലുവും കണ്ണനുമാണ്. അപ്പം കണ്ണനും ബാലുവും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കണ്ണനും ബാലുവാണ് നമ്മളുടെ ഓൾ ഇൻ ഓൾ എപ്പോഴും കേട്ടോ. അപ്പം ഇതെല്ലാം ഹരിയുടെ ഫ്രണ്ട്സാണ്, ഹരിയുടെ നിരഞ്ജനയുടെയും ഫ്രണ്ട്സാണ്. അപ്പോൾ ഹരിയുടെ സെക്ഷനിൽ നിന്ന് വന്ന എല്ലാവരും തന്നെ സ്വീറ്റ്സ് എല്ലാം കൊടുത്തു, ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടനും പ്രിയങ്കയൊക്കെ വന്നു. അപ്പോൾ അടുത്ത ഊഴം അവരുടേതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജോയലും ജസ്നയുമാണ്. അപ്പം ജോയലും ജസ്നയും എന്ന് പറഞ്ഞാൽ നിരഞ്ജനയുമായിട്ട് വർഷങ്ങളോളം കൂട്ടുള്ള ഒരു സൗഹൃദമാണ് കേട്ടോ ഇത്. നമ്മുടെ കീർത്തനയുടെ കല്യാണത്തിന് കല്യാണ ലെറ്റർ ഒരു വെറൈറ്റി ആയിരുന്നു. അതായത് നമ്മൾ ഒരു ആളിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തായിരുന്നു. അപ്പം ആ ലെറ്റർ എഴുതിയത് ജസ്നയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അവൾ വലിയൊരു കമ്പനിയിൽ ജോലിക്കാരിയൊക്കെ ആയി, ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് അപ്പോൾ അവൾ ബിസിയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലെറ്റർ അല്ലാതെ പ്രസ്സിൽ കൊടുത്താണ് ഇപ്രാവശ്യം ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പം അവരുടെ സൗഹൃദം വളരെ വലുതാണ് കേട്ടോ. അതുപോലെ ജോയിലൊക്കെ വളരെ കുഞ്ഞു പിള്ളേരായിരുന്ന സമയം തൊട്ടേ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഇപ്പം പൊക്കമൊക്കെ ഉള്ളതേ ഉള്ളൂ, അപ്പം വെറും പൊടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം അവരുമൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. സൗഹൃദങ്ങളുടെ ആ ഒരു ഭംഗി എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ നിരഞ്ജന. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേട്ടോ, ഉല്ലാസ്. പണ്ടത്തെ നമ്മളുടെ ഒരു ഓൾ ഇൻ ഓൾ ആയിരുന്നു, നമ്മളെ എല്ലാ കാര്യത്തിനും സഹായിച്ചുകൊണ്ടിരുന്നത് ഉല്ലാസാണ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പുള്ളി ബിസി ആയിപ്പോയി കേട്ടോ. അപ്പം ഇത് നിരഞ്ജനയുടെ ഗ്യാങ് ആണ് കേട്ടോ, ലേഡീസ് ഗ്യാങ് ആണ്. അപ്പം അവരുടെ ഫോട്ടോയൊക്കെ എടുത്തു. നെക്സ്റ്റ് നിരഞ്ജനയുടെ കസിനാണ് അശ്വതി. അപ്പം അശ്വതി പഠിക്കുകയാണ്, എംടെക്കിന് പഠിക്കുകയാണ് കോഴിക്കോട്. അപ്പം അവിടെ നിന്ന് വന്നതാണ് കല്യാണം പ്രമാണിച്ച്. അപ്പം അവളുടെ കല്യാണവും ആയി കേട്ടോ, August 30. അടുത്ത കല്യാണം ഞങ്ങൾക്ക് അവളുടെ കല്യാണമാണ് കേട്ടോ. അപ്പം അതും ഇതുപോലെ വർഷങ്ങളായിട്ട് അവർ ഒന്നിച്ച് പഠിച്ച് അങ്ങനത്തെ ഒരു ബന്ധവുമാണ്, ഞങ്ങളുടെ റിലേറ്റീവാണ് കേട്ടോ. അപ്പം അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസവും നമുക്ക് ഊണ് തന്നെയായിരുന്നു. അപ്പം ഇതുപോലെ ബുഫേ രീതിയിൽ അങ്ങ് വിളമ്പുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. ഓക്കെ, അതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ ടാറ്റ ഓക്കെ സി യു ഒക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പം നാളെ നമ്മളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പം നേരത്തെയൊക്കെ അവർ പോയി റെസ്റ്റ് എടുക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയുടെ അടുത്ത ഭാഗം ഉടനെ കാണാം. ഓക്കെ.